KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ അതൃപ്തി പരസ്യമാക്കി കെ സുധാകരൻ രംഗത്തെത്തി. ഹൈക്കമാൻഡ് പറയുന്നതനുസരിക്കുമെന്നും എന്നാൽ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും കെ സുധാകരൻ. ഹൈക്കമാൻഡോട് ചോദിക്കുക, അവരാണ് ഇതിൻ്റെയൊക്കെ പരമാധികാരി, അവർ പറയുന്നത് അനുസരിക്കാനുള്ള യോഗമേ എനിക്കുള്ളൂ, അതിൻ്റെ അങ്ങോട്ട് മേലോട്ട് പോകാൻ എനിക്കില്ല, അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല. അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം മനസ്സാ ശിരസ ഞാൻ സ്വീകരിക്കും. ആ ഖാർഗെജിയും അതുപോലെ രാഹുൽജിയും ഇരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയം, കേരളത്തിലെ സംഘടനാ ശക്തി, കേരളത്തിലെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി, അതൊക്കെ ഞങ്ങൾ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. ഞാനല്ല എന്നെ മാറ്റേണ്ടത്, അവരാണ്. എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ്. എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം, അന്തിമ തീരുമാനം, അതെന്റെ തീരുമാനമാണ്. എന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എന്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഹൈക്കമാൻഡ്. പകരം പത്തനംതിട്ട MP ആന്റോ ആന്റണി അധ്യക്ഷനായേക്കും. ആന്റോ ആന്റണിക്കായി ആണ് പ്രഥമ പരിഗണന. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നേതൃമാറ്റം നടപ്പിലാക്കുന്നത്. അതേസമയം സുധാകരന് പിന്തുണയുമായി K മുരളീധരൻ ഇന്ന് രംഗത്തെത്തി. അധ്യക്ഷൻ മാറണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭിപ്രായമില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. ഫോട്ടോ കണ്ടാൽ അറിയാവുന്നയാളായിരിക്കണം KPCC അധ്യക്ഷൻ എന്ന പരിഹാസവും കൂടി മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒന്ന് കേൾക്കാം. അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. അങ്ങനെ കേരളത്തിനാരും ആവശ്യപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല, ലോക്കൽ ബോഡീൻ്റെ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുകയാണ്. നിയമസഭാ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നു. ഇങ്ങനെ സന്ദർഭത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എന്നെപ്പോലുള്ള ഒരു അഭിപ്രായം. പക്ഷേ എല്ലാ കാര്യങ്ങളും ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും. നിങ്ങൾ പ്രസിഡൻ്റ് ആവുമെന്ന് ചോദിച്ചപ്പോൾ അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആർക്കും ഉറപ്പില്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആര് പ്രസിഡൻ്റ് ആക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ. പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന, ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, മുനവെച്ചാണ് പറഞ്ഞത്, പരിഹാസമുണ്ടതിൽ. പക്ഷേ എങ്കിലും കെ സുധാകരന്റെ കാര്യത്തിൽ ഇനി തീരുമാനം ഹൈക്കമാൻഡ് മാറ്റാനിടയില്ല അല്ലേ? അരുൺകുമാർ, ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ വഴങ്ങുന്നു എന്ന സൂചനകളാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്ത് KPCCയിൽ നേതൃമാറ്റം തീരുമാനിച്ചതാണ്. പക്ഷേ അത് നടപ്പിലാക്കാൻ ഹൈക്കമാൻഡിന് സാധിച്ചില്ല. കാരണം കെ സുധാകരനെ അനുകൂലിക്കുന്നവർ സുധാകരനെ മാറ്റുന്നതിന് കടുത്ത വിയോജിപ്പ് നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സുധാകരൻ നിലനിർത്തി ഭാഗിക പുനഃസംഘടനയായിരുന്നു പിന്നീട് ആലോചിച്ചത്. പക്ഷേ എന്നാൽ പോലും ദീപദാസ് മുൻഷി നടത്തിയ പരിശോധനയിൽ, പ്രധാനപ്പെട്ട നേതാക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ KPCCയിൽ അടിമുടി പുനഃസംഘടന അനിവാര്യമാണെന്ന അഭിപ്രായം ഉയർന്നു. തുടർന്ന് ദീപദാസ് മുൻഷി ഹൈക്കമാൻഡിന് ഈ കാര്യം റിപ്പോർട്ടായി കൈമാറുകയും ചെയ്തു. തുടർന്നാണ് രാഹുൽ ഗാന്ധി തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയോട് കെ സുധാകരനെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടത്. ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയും കെ സുധാകരനുമായി ആശയവിനിമയം നടത്തി സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച് കൃത്യമായ സന്ദേശം നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാനുള്ള തീരുമാനം, അത് നടപ്പിലാക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ KPCCയിൽ നേതൃമാറ്റം നടപ്പിലാക്കാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. ഏതായാലും സുധാകരൻ ആദ്യഘട്ടത്തിലൊക്കെ കടുത്ത നിലപാട് സ്വീകരിച്ചെങ്കിലും ഇനി ഏതായാലും മാറ്റം അത് അംഗീകരിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിനൊപ്പം തന്നെ സണ്ണി ജോസഫിനെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി കെ സുധാകരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ അത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും പത്തനംതിട്ട MP ആയ ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ പുതിയ KPCC ഭാരവാഹികൾ നിലവിൽ വരും. ആദ്യം KPCC അധ്യക്ഷനെ തീരുമാനിക്കും, പിന്നീടായിരിക്കും ഭാരവാഹികളെ നിശ്ചയിക്കുക. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ വീണ്ടും ടെലിഫോണിൽ ഒരു ആശയവിനിമയം കൂടി നടക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും അടുത്ത ദിവസം തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ